Hi friends, welcome to Tech World. എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഒരു സോളാർ LED സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അത് കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ട ഈ കേസിങ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചിരുന്നു. അതായത് PVC പൈപ്പ് ഉപയോഗിച്ച് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ട ബാറ്ററി ബാക്കപ്പ്, അതായത് ലിഥിയം അയൺ സെല്ല് വെച്ചിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് എങ്ങനെ ഉണ്ടാക്കണമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ബാറ്ററി ഞാൻ ഉപയോഗിക്കുന്നത് സ്ക്രാപ്പിൽ നിന്നാണ്. അതായത് ലാപ്ടോപ്പിൻ്റെ പഴയ റീപ്ലേസ് ചെയ്ത സെല്ലിൽ നിന്ന് എടുത്തിട്ടുള്ള ബാറ്ററി വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്കത് ഇതേപോലെ എന്താ പറയുക പവർ ബാങ്കിൻ്റെ ബാറ്ററിയോ അല്ലെങ്കിൽ നിങ്ങൾ ഇതേമാതിരി ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയൊക്കെ വെച്ച് ചെയ്യാം. ഹോബി പർപ്പസിന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ വെച്ച് ചെയ്യാം. അതേസമയം നിങ്ങൾ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി പുതിയ സെല്ല് വെച്ച് ചെയ്യുക. അത് മാത്രമല്ല ചെയ്യുമ്പോൾ BMS സർക്യൂട്ട് വെച്ച് തന്നെ ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഈ സെല്ല് തുറക്കാൻ പോവുകയാണ്. അതായത് സെല്ല് തുറന്നിട്ട് ഈ 3 ബാറ്ററി ഞാൻ ഇന്ന് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തുറക്കണമെന്നുള്ളത്. ഇതൊരു സ്റ്റിക്കർ വെച്ചിട്ടാണ് അവർ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റിക്കർ കട്ട് ചെയ്ത് ബാറ്ററി പുറത്തെടുക്കാം. ഓക്കെ, ബാറ്ററി അഴിച്ചെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം ഇത് ലൈവായിട്ടുള്ളൊരു ബാറ്ററി ആയതുകൊണ്ട് തന്നെ ഷോർട്ട് ആവാതെയൊക്കെ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഫ്രണ്ട്സ്, ഇത് ബാറ്ററി പൊളിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ആ സെല്ല് ബാറ്ററി ബാക്കപ്പ് പൊളിച്ച് അതിൻ്റെ 3 സെല്ല് ഞാൻ പുറത്തെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് അത്യാവശ്യം കണ്ടാൽ വലിയ കുഴപ്പമില്ല. ഈ സെല്ല് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇത് ബൾജിങ്ങോ ഒന്നുമില്ല. അപ്പോൾ മിക്കത് റിക്കവർ ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററിയാണിത്. അറൗണ്ട് ഒരു 3500 mAh കപ്പാസിറ്റിയുള്ള ബാറ്ററിയാണിത്. അപ്പോൾ അത്യാവശ്യം ബാക്കപ്പ് തരാൻ സാധിക്കുന്ന ഒരു ബാറ്ററിയാണ് ഇത്. നമുക്ക് റിക്കവർ ആയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബാക്കപ്പ് ബാറ്ററി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ വോൾട്ടേജ് എത്രയാണെന്നുള്ളത്. അപ്പോൾ ഈ മിക്ക സെല്ലുകൾക്ക്, ഇങ്ങനത്തെ സെല്ലുകൾക്ക് ബോഡി പോസിറ്റീവും അതുമാതിരി ഈ ഐസൊലേറ്റ് ചെയ്ത പോർഷൻ നെഗറ്റീവും ആയിരിക്കും. ഇത് നെഗറ്റീവും ഇത് ബോഡി പോസിറ്റീവ് ആയിരിക്കും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മീറ്ററിൽ എത്ര വോൾട്ടാണ് കാണിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇതൊരു 1.8 വോൾട്ടേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ചാർജ് ചെയ്ത് നോക്കണം ഇത് റിക്കവർ ആവുമോ എന്നുള്ളത്. ഇതേ ഉള്ളൂ. എന്തായാലും ഞാൻ ഈ സെല്ലല്ല ഇപ്പോൾ ബാറ്ററി ബാക്കപ്പിനായിട്ട് യൂസ് ചെയ്യുന്നത്. എന്തായാലും അതുപോലെ തന്നെ 2 സെല്ല് വേറെ ഉണ്ട്. വേറൊരു ബാറ്ററി ബാക്കപ്പ് എന്ന് പൊളിച്ചെടുത്തതാണ്. ഇതാണ് ആ സെല്ല്. ഇത് അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള സെല്ല് തന്നെയാണ്. ഞാൻ ഇത് ചാർജ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇതിന് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഈ സെല്ല് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ബാറ്ററി ബാക്കപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ബാറ്ററി ബാക്കപ്പ് നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇത് 2 സെല്ലാണ്. 3.7 വോൾട്ടിൻ്റെ 2 സെല്ലാണ്. ഇത് സീരീസ് ചെയ്തിട്ട് 7.4 വോൾട്ട് ആക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് വർക്ക് ചെയ്യണത് 3.3 വോൾട്ടിലാണ് അതിൻ്റെ LED കത്തണത്. അപ്പോൾ ഈ 7.4 വോൾട്ടിന് വീണ്ടും ഒരു ബക്ക് കൺവെർട്ടർ വെച്ചിട്ട് 3.3 വോൾട്ട് ആക്കിയിട്ടാണ് കൊടുക്കുക. പക്ഷേ ഇത് ചാർജ് ചെയ്യുന്നത് 7.4 വോൾട്ട് ആയതുകൊണ്ട് നമ്മൾ പാനലിൽ നിന്ന് വരുന്ന വോൾട്ടേജിനെ നമ്മൾ 7.4 വോൾട്ടാക്കി കൺവേർട്ട് ചെയ്യാൻ അവിടെ നമ്മളൊരു ബക്ക് കൺവേർട്ടർ യൂസ് ചെയ്യും. ഫ്രണ്ട്സ്, അപ്പോൾ ബാറ്ററിയുടെ കണക്ഷൻ ഏകദേശം ഇങ്ങനെയാണ്. ഞാൻ ഈ പറഞ്ഞ സെല്ലിൻ്റെ കണക്ഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ സെല്ലിൻ്റെ കണക്ഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാറ്ററി സീരീസ് 2 ബാറ്ററി സീരീസ് ചെയ്തിരിക്കുകയാണ്. അതായത് 3.7 + 3.7 7.4 വോൾട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാണ് BMSന് 3 ഇതുണ്ട് പറഞ്ഞു. 3 കണക്ഷനുണ്ട്. ബാറ്ററിയിലേക്കുള്ള 3 കണക്ഷനുണ്ട്. നിങ്ങൾക്ക് കാണാം. ഒരു കണക്ഷൻ ഇതാണ് ഒരു കണക്ഷൻ. പിന്നെ 2 കണക്ഷൻ ഇത് ബാറ്ററിയുടെ ഈ 2 കണക്ഷൻ ബാറ്ററിയുടെ പ്ലസ്സിലും മൈനസിലും വരും. അതായത് സീരീസ് ഇതിൻ്റെ ലാസ്റ്റ് പ്ലസ്സിലും മൈനസിലും വരും. ഈ കാണുന്ന കണക്ഷൻ നേരെ സെൻറ്ററിലുമാണ് കണക്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് ഈ BMS കണക്ട് ചെയ്യുക. ഇതിൻ്റെ കറക്റ്റ് ഒരു സർക്യൂട്ട് ഞാൻ ലാസ്റ്റ് ഇടാം. അതായത് വീഡിയോൻ്റെ ലാസ്റ്റ് എൻഡിൽ ഞാൻ ഇതിൻ്റെ കണക്ഷൻ ഇടാം. എങ്ങനെയാണ് ഈ BMS കണക്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ അത് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്.
ഫ്രണ്ട്സ്, ചാർജ് ചെയ്യാനുള്ള സപ്ലൈ കൊടുക്കുന്ന പോയിന്റ് ഇതാണ്. ഈ BMSൽ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. പ്ലസ് ഇത് മൈനസ് ഇത് ഇവിടുന്ന് തന്നെയാണ് നമ്മൾ ലോഡിനുള്ള സപ്ലൈ എടുക്കുന്നത്. ഇവിടുന്ന് ചാർജ് ചെയ്യണതും ഔട്ട്പുട്ട് എടുക്കുന്നതും ഒരേ പോയിന്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ എടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഈ ബാറ്ററി നമ്മൾ ഒരു ബാറ്ററി പാക്ക് ആക്കുമ്പോൾ എന്താ വെച്ചാൽ നന്നായിട്ട് ഇൻസുലേറ്റ് ചെയ്യണം. നല്ല വിധം ഇൻസുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇൻസുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇതൊരു ട്രാൻസ്ഫോമറൊക്കെ വൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടാണ് ഞാനിത് ഇൻസുലേറ്റ് ചെയ്യണത്. ഇതിന് മുകളിൽ വേണം നമ്മൾ ഈ BMS ഫിക്സ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, BMS ഇതിന് മുകളിൽ വേണം വെക്കാനായിട്ട്. ഓക്കെ, എന്നിട്ട് വേണം നമ്മളത് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാനായിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിത് കവർ ചെയ്യാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ബാറ്ററി പാക്ക് ചെയ്തു. BMS ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി BMSൻ്റെ ഒരു കണക്ഷൻ BMSൻ്റെ പ്ലസ് ഇതിലേക്കും BMSൻ്റെ മൈനസ് ഇതിലേക്കും കൊടുക്കണം. മിഡിലായിട്ടുള്ളത് എടുത്തിട്ട് ഈ രണ്ട് കണക്ട് ചെയ്തോടത്തേക്കും കൊടുക്കണം. ഇതാണ് പവർ നമ്മൾ ചാർജ് ചെയ്യാൻ കൊടുക്കുന്നതും എടുക്കുന്നതും. ഇവിടെ നിന്നാണ് പവർ ചാർജ് ചെയ്യുന്നതും അതുമാതിരി പവർ എടുക്കുന്നതും ഇവിടുന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ BMS കണക്ട് ചെയ്തു. അതിൻ്റെ പ്ലസ് മൈനസ് എടുത്ത് കൊടുത്തു. നിങ്ങൾക്ക് കാണാം, ഒരു എൻഡിൽ നിന്ന് എടുത്ത് പ്ലസ് എടുത്തിട്ട് പ്ലസ്സിലേക്ക് കൊടുത്തു, മൈനസ് എടുത്തിട്ട് ബാറ്ററിയുടെ മൈനസിലും കൊടുത്തു. സെൻറ്റർ പോയിൻ്റ് എടുത്തിട്ട്, അതായത് ഒരൊറ്റ സ്ട്രിപ്പുള്ളത് ഇത് സെൻറ്റർ പോയിൻ്റ് എടുത്തിട്ട് ഞാൻ ബാറ്ററി പ്ലസും മൈനസും കണക്ട് ചെയ്ത് ഇവിടേക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഏകദേശം നിങ്ങൾക്കത് കാണാം. ഇങ്ങനെയാണ് BMS കണക്ട് ചെയ്യണത്. ഇത് ഇങ്ങനെ കാണിച്ചാലും വ്യക്തമാവില്ല. ലാസ്റ്റ് സർക്യൂട്ട് വരച്ച് കാണിച്ചാൽ അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമാവും. ഓക്കെ, ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ ഈ ബാറ്ററി പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഞാൻ BMS സർക്യൂട്ട് ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട് സെൻറ്ററിൽ. അതിൻ്റെ സപ്ലൈ ചാർജ് ചെയ്യാനുള്ള സപ്ലൈ കൊടുക്കുന്നതും എടുക്കുന്നതും ഈ വയറിൽ നിന്ന് തന്നെയാണ്. പ്ലസും മൈനസും ഇത് തന്നെയാണ്. ചാർജ് ചെയ്യണതും ഇത് ഈ വയർ ത്രൂ ആണ്. അതുമാതിരി ഔട്ട്പുട്ട് എടുക്കുന്നതും ഈ വയർ ത്രൂ തന്നെയാണ്. ഓക്കെ, ഈ രണ്ട് വയർ ത്രൂ തന്നെയാണ്. അപ്പോൾ ഇത് പാക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു കവറിങ് കൂടിയും കൊടുത്താൽ ഇത് മൊത്തം ബാറ്ററി പാക്ക് ആയി കഴിഞ്ഞു. അപ്പോൾ ഇതിനി എനിക്ക് സോളാർ സ്ട്രീറ്റ് ലൈറ്റിനകത്ത് ഉപയോഗിക്കാം. ഓക്കെ, ഇതൊരു 7.4 വോൾട്ടിൻ്റെ ബാറ്ററി ബാക്കപ്പാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് കത്താൻ പോകുന്നത് ഒരു 3.3 വോൾട്ടിലാണ്. 3.3 വോൾട്ട് LED ആണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലാണ് LED കത്തണത്. അപ്പോൾ അതിന് ഈ 7.4 വോൾട്ടിനെ നമ്മൾ 3.3 വോൾട്ടായിട്ട് കുറയ്ക്കും. അതായത് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. അതായത് ഒരു ബക്ക് കൺവേർട്ടർ വെച്ച് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടാണ് കൊടുക്കുക. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ആ ബാറ്ററി ബാക്കപ്പ് ഇതിലെങ്ങനെയാണ് ഉപയോഗിച്ചേക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് ആ ബാറ്ററി ബാക്കപ്പ്. ഞാൻ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞു. ഇതാണ് ഉണ്ടാക്കിയ ബാറ്ററി ബാക്കപ്പ്. ഇത് വർക്ക് ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാം. ഇത് മുഴുവനായിട്ടില്ല എങ്കിലും ജസ്റ്റ് ഇതിൻ്റെ ഒരു വർക്കിംഗ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് ബാറ്ററി ബാക്കപ്പ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഇതിൻ്റെ മൊത്തം അസംബ്ലിങ്, അതായത് ഫൈനലായിട്ടുള്ള അസംബ്ലിങ്, ഈ ബോർഡ് ഫിക്സ് ചെയ്യണത്, എല്ലാ കാര്യങ്ങളും ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഈ ബോർഡ് എന്തിനൊക്കെ ഉള്ളതാണ് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. കൂടാതെ ഈ ബോർഡിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. ഫൈനൽ വീഡിയോ ആണ്. അതിൽ ഞാൻ ഇതിൻ്റെ മൊത്തം അസംബ്ലിങ്ങും അതുമാതിരി ഇതൊരു പോസ്റ്റുമേ ഇൻസ്റ്റാൾ ചെയ്യണതും എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിന് പാനലിനെ കുറിച്ച് നിങ്ങൾ സംശയിക്കുന്നുണ്ടാകും. ഇതിന് പാനൽ എക്സ്റ്റേണലി വെക്കുന്നതാണ്. ഇതിനകത്ത് പാനലൊന്നുമില്ല. പാനൽ നമ്മൾ പോസ്റ്റുമേ വെച്ചിട്ട് ആ പാനലിൻ്റെ കണക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഫൈനൽ വീഡിയോയിൽ അതിൻ്റെ എല്ലാ ഡിസ്ക്രിപ്ഷനും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ വീഡിയോയിൽ അത് കാണാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഐ ആം ഷജീവ്, സൈനിങ് ഓഫ്.